മലയാളത്തിന്റെ സ്വന്തം ജനപ്രിയ നായകൻ ശ്രീ ദിലീപ്. ആരാധകർ അദ്ദേഹത്തിന് സമർപ്പിച്ച dileeponline.com സൈറ്റിനോട് മനസ്സ് തുറക്കുന്നു. നമസ്കാരം ദിലീപേട്ട. നമസ്കാരം. dileeponline.com സൈറ്റ് സന്ദർശിച്ചിരുന്നു. എന്താണ് താങ്കൾക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? കണ്ടു. വളരെ സന്തോഷം. കാരണം നിങ്ങൾ ഒരുപാട് ആളുകൾ അവരോട് ബുദ്ധിമുട്ടി. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എന്ന് പറയുന്നതാണ് എനിക്ക് എന്റെ ഏറ്റവും വലിയൊരു ശക്തി. അടുത്ത ചിത്രം കാര്യസ്ഥനാണ്. അതെ, എന്റെ 100ാമത് ചിത്രമാണ് കാര്യസ്ഥൻ. തീർച്ചയായും സിബി കെ തോമസ്, ഉദയകൃഷ്ണ ടീം, തോംസൺ എന്ന പുതുമുഖ സംവിധായകനോട് ഒത്ത് ദിലീപേട്ടൻ നായകനായി ചെയ്യുന്ന ചിത്രമാണ്. ഈ ടീം ഒന്നിച്ചപ്പോഴൊക്കെ മലയാളികൾക്ക് തിയേറ്ററുകളിൽ പൊട്ടിച്ചേരുടെ ഒരു പൂരക്കാലം തന്നെയാണ് ലഭിച്ചത്. ഈ ചിത്രത്തെ പറ്റി അല്ലെങ്കിൽ ഇതിലെ കഥാപാത്രത്തെ പറ്റി ദിലീപേട്ടൻ എന്താണ് പറയാനുള്ളത്? കാര്യസ്ഥൻ കൃഷ്ണനുണ്ണി എന്ന കഥാപാത്രമാണ്. അതില് ജനങ്ങളെ എങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു ആ രീതിയിലുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് കൃഷ്ണനുണ്ണി. തമാശയും ചിരിയും കളിയും മാറ്റും പാട്ടും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ. എല്ലാ ചേരുവകളും ചേർത്ത് ഇണങ്ങിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് സാധിച്ചത്. നല്ല കൃഷ്ണനുണ്ണി എന്ന കഥാപാത്രം വളരെ നന്മയുള്ള പരസ്യമായ. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രം അത് എന്നത്തേക്കാണ് പുറത്തിറങ്ങുന്നത്? ആ ചിത്രത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഇതിന്റെ ഒരു പാട്ടോട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതോട് കഴിഞ്ഞാൽ ചിത്രത്തിന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ എനിക്ക് തോന്നുന്നത് മിക്കവാറും കഴിഞ്ഞിട്ടായിരിക്കും സിനിമ വരാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ സത്യൻ അന്തിക്കാട്, ശ്രീ ലാൽ, സിദ്ദിഖ് ലാൽ എന്നിവർ ദിലീപേട്ടനെ നായകനാക്കിക്കൊണ്ടുള്ള ചിത്രങ്ങൾ, അവരുടേതായ ചിത്രങ്ങൾ വരുന്നു എന്നൊരു വാർത്ത കണ്ടിരുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ സത്യന്റെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ലാലേട്ടന്റെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ചൊരു സിനിമയാണോ? അല്ലല്ല, ഒരുമിച്ചല്ല, രണ്ട് പ്രൊജക്ടുകളെ പറ്റിയാണ്. തീർച്ചയായിട്ടും. അത് എന്നത്തേക്ക് തുടങ്ങും അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും വിശദാംശം? അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. നല്ലൊരു കഥ. സത്യന്റെ സിനിമയിലൊക്കെ എനിക്ക് പറ്റിയൊരു വേഷം ഉണ്ടാവുന്ന സമയത്ത് മാത്രമാണ് സത്യട്ടൻ അങ്ങനെ ഒരു കഥ വന്ന് വീഴുമ്പോഴാണ് ഇത് ദിലീപിനെ ഓക്കെയാണ് എന്ന് തോന്നുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ സത്യന്റെ കൂടെ 2 സിനിമ ചെയ്തിട്ടുള്ളൂ, കൊട്ടാരവും വിനോദയാത്രയും. പിന്നെ ലാലേന്റെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ലാലിന്റെ ഡയറക്ഷനിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. ഞങ്ങളിങ്ങനെ പലതവണ സംസാരം ഉണ്ടായി, പക്ഷെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിൽ ലാലേട്ടൻ ലാൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു തമിഴ് പ്രോജക്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, ഈ ചിത്രത്തിന് ശേഷം ദിലീപേട്ടൻ ചെയ്യുന്ന ചിത്രം ഏതാണ്? മേരിക്കൊണ്ടൊരു കുഞ്ഞാട് കഴിഞ്ഞിട്ട് ഞാൻ മധു കൈതപ്രം എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഓർമ്മ മാത്രം എന്ന ഒരു ഫിലിമാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് അല്പം വ്യത്യസ്തമായ ഒരു പ്രമേയം. അത് വ്യത്യസ്തമായ പ്രമേയം. വേറെ ചിരികളിയും മേരിക്കൊണ്ടൊരു കുഞ്ഞാടും കാര്യത്തിനും എല്ലാം തമാശ നിറഞ്ഞ ചിത്രങ്ങളാണ്. അപ്പൊ മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലെ ക്യാരക്ടറും ഈ ശാന്തപുട്ട്, അതുപോലെ കുഞ്ഞിക്കൂനൻ, തിലക്കം എന്നൊക്കെ പറയുന്ന പോലത്തെ വേറെ ടൈപ്പ് ക്യാരക്ടറാണ്. പേടിത്തൊണ്ടനായ ഒരു ആളാണ് സോളമന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും ധൈര്യശാലിയാൻ തോന്നും, പക്ഷെ പ്രവൃത്തി ഒരു ധൈര്യമില്ലാത്ത കാര്യങ്ങളാണ്. അത് ഒരു കർശനമായ രീതിയിൽ തന്നെയാണ് അതിന്റെ ഭിന്നിപ്പിമാരുകളാണ് അതിന്റെ സ്ക്രിപ്റ്റ്. അതുപോലെ ഷാഫി വളരെ മനോഹരമായിട്ടാണ് അതിന്റെ ഹ്യൂമറും കാര്യങ്ങളെല്ലാം ചിത്രീകരിക്കുന്നത്. അതിനുശേഷം ഇപ്പൊ റാഫിമക്കാട്ട് ലാലേട്ടൻ കൂടെ ആശീർവാദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാലേട്ടനുണ്ട്, ജയറാമേട്ടൻ എല്ലാവരോടുള്ളൊരു ഈ 2020 എന്ന മലയാള സിനിമയിലെ നാഴികക്കല്ലായി മാറിയ ഒരു ചിത്രത്തിന്റെ 2ാം ഭാഗത്തെ പറ്റി ആലോചിക്കുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത വന്നിരുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടോ? അങ്ങനെ ഒരു സബ്ജക്ട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചിട്ട്. പിന്നെ വേറെ എല്ലാവരോടും ഒരുമിച്ച് എങ്ങനെയാണെന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ചിത്രം സജീവ പരിഗണനയിലുണ്ട്. എന്ത് പരിഗണനയില്ല, കാരണം അതിപ്പോ ലാലേട്ടനും നമുക്കോട് തീരുമാനിച്ചാൽ മാത്രമേ സിനിമ ഉണ്ടാവുള്ളൂ. ദിലീപേട്ടൻ ഒരുപക്ഷെ ഈ ഓൺലൈൻ മീഡിയകളിൽ ഇപ്പൊ ബ്ലോഗ്, ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയവയിലൊന്നും സജീവമല്ല. എന്തുകൊണ്ടാണത്? എനിക്ക് സത്യസന്ധമായി പറയാം, ഞാൻ അത്രയും തിരക്കിലാണ്. മര്യാദക്കൊന്ന് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും മര്യാദ കിടന്ന് ഉറങ്ങണം. അപ്പൊ ഇത് പിന്നെ അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ല, അതിനൊരു സമയം കളയാനില്ല.
അത് നല്ലതായിരിക്കും ചീത്തയായിരിക്കും എനിക്കൊന്നും അറിഞ്ഞൂടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും ഓർക്കുട്ടിലും ഒന്നും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാന്നല്ലാതെ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ചാറ്റിങ്ങിന് പോലും 2 മിനിറ്റ് കളയാനുള്ള സമയമില്ല. എന്തെങ്കിലും ആൾക്കാർക്ക് ഫോണിൽ കൂടി സംസാരിക്കാൻ പറ്റില്ല. വളരെയധികം നന്ദി. ദിലീപ്.online.com സൈറ്റിനുമായി സംസാരിച്ചതിന്. താങ്കളുടെ കാര്യത്തിന് വൻ വിജയമാകട്ടെ. അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രങ്ങളും അഭിനയിക്കുന്ന ചിത്രങ്ങളും ഒക്കെ വൻ വിജയങ്ങളായി മാറട്ടെ എന്ന് ദിലീപ്.online.com വേണ്ടി ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു.